ഈ പ്രദേശത്തുള്ള ഭൂമിയെല്ലാം അവരുടെ അമ്മയുടെ ഗർഭപാത്രം പോലെ പരിശുദ്ധമായി കരുതുന്നു. ഇവിടെയെല്ലാം വിദേശ കമ്പനി വന്ന് വിഷവൃക്ഷം നടാനാണ് തീരുമാനിക്കുന്നത്. വിഷക്കായി ഉണ്ടാവുന്ന വിഷവൃക്ഷങ്ങൾ ഇവിടെ നടാൻ സമ്മതിക്കില്ല എന്നല്ലേ ചിന്നനും കൂട്ടരും പറഞ്ഞത്. ആഗോളവൽക്കരണത്തിലൂടെ ഇവിടെയുള്ള ചെറിയ കൃഷികളെല്ലാം നഷ്ടത്തിലാണ്. എല്ലാ കർഷകരും കടക്കണിയിലുമാണ്. നോക്കൂ, അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ വരെ നീണ്ട ഒരു നിര കാണുന്നില്ലേ? ആരാണവർ? കർഷക കൂട്ടങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എന്നിട്ടും ഈ ചിന്നൻ ഈ ചാവാലി പശുവിനെയും കൊണ്ട് ഇവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്തൊരു അത്ഭുതം! ഇല്ല, ചിന്നനും കർഷകരും ഇവിടെ ജീവിക്കും. ഒരു തുണ്ട് ഭൂമിയുണ്ടെങ്കിൽ അവരിവിടെ അധ്വാനിച്ച് ജീവിക്കും. ഈ ചാവാലു പശുവിനെയും കൊണ്ട് ചിന്നൻ അധ്വാനിച്ച് ജീവിക്കുമെന്നോ? എന്തൊരു അത്ഭുതം! മാന്യ ജനങ്ങളെ, നിങ്ങൾ കാണുന്നില്ലേ ചിന്നന്റെ ദുഃഖം? നിങ്ങൾ കാണുന്നില്ലേ? എന്നാ നിങ്ങളൊന്ന് പ്രതികരിക്കാത്തത്? അതിനെ വല്ല അളവുകാരനും കൊടുക്കാൻ നോക്ക്. ചാവാലി പയ്യ്. ചിന്ന, ആ പൗരൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്റെ പയ്യന്, എന്റെ ശിവന് അറിവുകാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ അവന് ഞാൻ ചിന്ന, ഹിംസയും സംഘർഷവും ഒന്നിനും പരിഹാരമല്ല. ഞാൻ എത്ര കരഞ്ഞ്, ഞാൻ ഉറക്കെ കരഞ്ഞ്. ആരെങ്കിലും കേട്ട എന്റെ ചങ്കിലെ വേദന ആരെങ്കിലും കണ്ട? ഏന് മാത്രം സമാധാനം. ഏതു പ്രശ്നത്തിനും സമാധാനത്തിന്റെ വഴികൾ ഇവിടെ ധാരാളമുണ്ട്. സമാധാനം, വീണ്ടും സമാധാനം. കാലങ്ങളായി ഒരു ഉയർച്ചയുമില്ലാത്ത എന്റെ സമുദായത്തിന് എന്ത് സമാധാനം? താണ്ടെ ഇപ്പൊ സായിപ്പന്മാര് വന്നിട്ട് ഈ ഉള്ള കുടിലുകൂടി പരിച്ചുകൊണ്ട് പോകാൻ പോകുന്നു. അവന്മാരോടൊക്കെ എന്ത് സമാധാനം? എന്റെ പയ്യന അറവുകാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ചങ്കി ചോരയില്ലാത്ത അവന്മാരോട് എനിക്ക് എന്ത് സമാധാനം? ചിന്നന്റെ പയ്യന്റെ നോവേ, ചിന്നന്റെ കരളിന്റെ നോവേ, ചിന്നന്റെ പയ്യന്റെ നോവേ, ചിന്നന്റെ കരളിന്റെ നോവേ. തിന്തിന്നം താനേ തക തിന്തിന്നം താനേ, തിന്തിന്നം താനേ യാഗ തിന്തിന്നം താനേ. മണ്ണിന്റെ മണമുള്ള നോവേ, ചിന്നന്റെ തെങ്ങിന്റെ നോവേ, മണ്ണിന്റെ മണമുള്ള നോവേ, ചിന്നന്റെ തെങ്ങിന്റെ നോവേ. എന്റെ പയ്യൻ, അയ്യോ എന്റെ പയ്യതാ എണീക്കാൻ പോണേ. അയ്യോ അത് വീണ്. എന്റെ പയ്യെ, നിന്റെ ദുഃഖം എന്നോട് പറയാം, എന്റെ ദുഃഖം ആരോട് പറയും? ദാ ഇത് കണ്ടില്ലേ, നമ്മുടെ ഡോക്ടർ സാർ കുറിച്ച് തന്നതാ. നമ്മുടെ സർക്കാരിന്റെ ആശുപത്രിയില് മരുന്ന് വെറുതെ കൊടുക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയതാ. ചെന്ന പാടെ നിന്റെ വിവരം മുഴുവൻ ഞാൻ ഡോക്ടർ സാറോട് പറഞ്ഞു. അപ്പം ഡോക്ടർ ചോദിക്കുവാ, നീ ദാരിദ്ര്യരേഖത്ത് മേലോട്ടുകാരനാണോ കീപ്പോട്ടുകാരനാണോന്ന്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടർ സാറേ, ഞാനൊന്നും ഒരു രേഖയുമില്ലേ. അപ്പൊ ഒരു കുറിപ്പ് തന്നിട്ട് പറയാ, ഈ മരുന്ന് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാൻ.
അല്ല പയ്യെ, 2000 രൂപ വേണം ഇതിന്. എവിടുന്നാ ഇതിനും എവിടുന്നാ പയ്യെ ഇത്? മാന്യരായ ജനങ്ങളെ, നിങ്ങളൊന്ന് നോക്കൂ. ചിന്നന്റെ വിഷമം നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ ചിന്നൻ അവന്റെ പശുവും ദാരിദ്ര്യ രേഖക്ക് മുകളിൽ കിടന്ന് കുളത്തിൽ നിന്ന് പിടിച്ചിട്ട മത്സ്യങ്ങളൊക്കെ പിടയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സർക്കാരിന്റെ നിയമപ്രകാരം ചിന്നനും പശുവും സമ്പന്നരാണ് പോലും. അവരുടെ ഈ അവസ്ഥ കാണുന്നില്ലേ? ജനങ്ങളെ, ഇവിടെ ഒരു പ്രശ്നമില്ലേ? സ്വന്തം ചികിത്സിക്കാൻ ഒരു നയാ പൈസ പോലും ഇല്ലാത്ത ചിന്നൻ എങ്ങനെയാ ദാരിദ്ര്യരേഖക്ക് മുകളിൽ അഥവാ സമ്പന്നനായി ജീവിക്കുക? ഇതിനൊരു പരിഹാരമില്ലേ? പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. ചിന്നൻ ഈ 10 സെന്റ് സ്ഥലവും ആ വീടും വിൽക്കണം. ആ വിദേശ കമ്പനി വലിയ വില തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ലക്ഷം രൂപ. ചിന്നൻ അതങ്ങ് വിൽക്കണം. അത് തന്നെയാ പരിഹാരം. ചിന്നൻ അത് വിട്ടിട്ട് എങ്ങോട്ട് പോകാനാ? വീണ്ടും ചോദ്യം. അത് കമ്പനിയുടെ ഉത്തരവാദിത്തമല്ല. പറയൂ, നിങ്ങൾ തന്നെ പറയൂ നാട്ടുകാരെ, അതിനുള്ള പരിഹാരം. ചിന്നനൊരു മൊബൈൽ ഫോൺ വാങ്ങണം, ഒരു നാനോ കാർ എടുക്കണം, ഒരു ലോട്ടറി എടുക്കണം. ആ ലോട്ടറി എടുക്കണമെന്ന് പറഞ്ഞ ആളോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ചിന്നൻ ലോട്ടറി എടുത്താൽ അവന്റെ പണം നഷ്ടമാവില്ലേ? ഒരു കെട്ട് ലോട്ടറി എടുത്താൽ 4000 ഉറപ്പാ. ചിന്ന, ഈ പൗരന്മാർ പറയുന്നത് നീ കേട്ടില്ലേ? മൊബൈൽ ഫോൺ വാങ്ങണം, നാനോ കാർ വാങ്ങണം. നിന്റെ ഈ പുരയിടവും നിന്റെ ഈ 10 സെന്റ് ഭൂമിയും വിട്ടിട്ട് ലോട്ടറി അടിക്കണം പോലും. ഏനൊരു കാറും വേണ്ട, ഒരു ലോറിയും വേണ്ട. ഏനും എന്റെ പയ്യനും കയറി കിടക്കാൻ ഒരു ചെറിയ തുണ്ട് ഭൂമിയും ഒരു കൂടും മതി. ഏനവിടെ വാഴ നട്ടിട്ടുണ്ട്, ഏനവിടെ ചേന നട്ടിട്ടുണ്ട്, ചേമ്പും കാച്ചിലും ഒക്കെ നട്ടിട്ടുണ്ട്. അത് എന്റെ വയറിന്റെ വിശപ്പടക്കാൻ വേണ്ടിയുള്ളതാ. അതല്ല, ഈ നാട്ടുകാരുടെ വയറു നിറക്കാനുള്ളതാ. അതേനാർക്കും വിട്ടുകൊടുക്കത്തില്ല, മരിച്ചാലും വിട്ടുകൊടുക്കില്ല. ചിന്നന്റെ കുടിയിലെ കപ്പ, ചിന്നന്റെ കുടിയിലെ വാഴ, ചിന്നന്റെ കുടിയിലെ കപ്പ, ചിന്നന്റെ കുടിയിലെ വാഴ, ചിന്നന്റെ കുടിയിലെ ചേന, ചിന്നന്റെ കുടിയിലെ ചേമ്പ്, ചിന്നന്റെ കുടിയിലെ ചേന, ചിന്നന്റെ കുടിയിലെ ചേമ്പ്. താനിന്ത താനിന്ത താനാ തക, താനിന്ത താനിന്ത താനാ, താനിന്ത താനിന്ത താനാ തക, താനിന്ത താനിന്ത